അഞ്ചു, നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലേ? സമയം 2 മണി. മാറ്റി കൊണ്ടാക്കി തരാം. അതിപ്പോ ഞാൻ മനുവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു കുറച്ചു ദിവസം കൂടി നിന്നിട്ട് വന്നാ മതി എന്ന്. ചിലക്കാണ്ട് പോയി മാറ്റിയാടുന്നത് കൊണ്ടാക്കി തരാന്നല്ലേ പറഞ്ഞത്? നിർത്ത മോളെ നിന്റെ കള്ളക്കരച്ചില്. നിന്നെ പോലെ ഒരു പെൺകുട്ടിയല്ലേ അവളും? നീ എന്തിനാ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കുന്നത്? നിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത അവിടെയല്ലേ? നീ അവിടെ പോയി ഇരിക്കാൻ നോക്ക്. മോളെ അഞ്ചു, നിന്നോട് ഞങ്ങൾക്ക് ആർക്കും ദേഷ്യമില്ലടാ, ഇഷ്ടം മാത്രമേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വരുന്ന ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു അകൽച്ച ഉണ്ടാവൂടാ. നീ ഏട്ടൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അതേപോലെയല്ലടാ നീ ചിന്തിക്കേണ്ടത്.